ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ധാതുക്കളും വ്യവസായവുമാണ്. കേരളത്തില് ധാതുക്കൾ ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. ധാതു എന്ന് പറഞ്ഞാൽ എന്താ സാധനം ശരിക്കും? ആർക്കെങ്കിലും അറിയാവുന്നുണ്ടോ? ധാതു എന്ന് പറഞ്ഞാൽ എന്താ? ധാതുക്കൾ നമ്മള് 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രി ടെക്സ്റ്റിൽ പഠിക്കുന്ന ടേം ആണ് ധാതു. എന്താ ധാതു? അറിയില്ല. ഓക്കെ, മണ്ണില് മെറ്റൽസ് മറ്റ് സബ്സ്റ്റൻസസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ധാതു, മിനറൽ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റൽസ് ബാക്കിയുള്ള സോൾട്ടുകളൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളെയാണ് മിനറൽ, ധാതു എന്ന് പറയുന്നത്. കേരളത്തില് കുറച്ചധികം വെറൈറ്റീസ് ഓഫ് മിനറൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, സിലിക്ക, സ്വർണം, രത്നം, കളിമണ്ണ്, ന്യൂട്ടൽ, സിൽമനൈറ്റ്, ഇങ്ങനെയുള്ള പല വെറൈറ്റീസ് ഓഫ് ധാതുക്കൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മിനറൽസ് ആണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ. ഇവരുടെ പ്രത്യേകത എന്താ? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ. സിലിക്കൺ എന്തിനു ഉപയോഗിക്കണെന്നറിയോ? സിലിക്കൺ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് സിലിക്കൺ ഉപയോഗിക്കുന്നത്. ഇൽമനൈറ്റ് എന്ന് പറയുന്നത് തോറിയം എന്ന് പറയുന്ന ആണവ ധാതു ഉണ്ടാക്കിയെടുക്കാനാണ് ഇൽമനൈറ്റ് ഉപയോഗിക്കുന്നത്. മോണോസൈറ്റ് അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ, ഇത് മൂന്നെണ്ണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇത് നമ്മുടെ നാട്ടിലെ നീണ്ടകര എന്ന് പറയുന്ന പ്രദേശത്ത്, കൊല്ലം നീണ്ടകര പ്രദേശത്ത് വളരെയധികം കാണാനുണ്ട്. അതുപോലെ കരിമണൽ എന്ന് കേട്ടിട്ടുണ്ടാവും. കരിമണലിലും ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് തോറിയം. നമ്മൾ ആറ്റംസ് ഒക്കെ പഠിക്കുമ്പോൾ ആ പീരിയോഡിക് ടേബിളിൽ തന്നെ വരുന്ന ആളാണ് തോറിയം. അപ്പൊ അത് ആണവശേഷി ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സബ്സ്റ്റൻസ് ഇപ്പൊ ഒരു 100 ഗ്രാം മെഷർ ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്ന് അതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ 100 എന്നുള്ളത് ചിലപ്പോൾ ഒരു 97 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ പതിയെ പതിയെ സ്വന്തം വെയിറ്റ് ഡിസെന്റഗ്രേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയാം. അത് പലതരത്തിൽ നടക്കാം. അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തു വരുന്നുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട്. ആൽഫ റേഡിയേഷൻ, ബീറ്റ റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള റേഡിയേഷൻസ് പുറത്തു വരുന്നതിന്റെ ഫലമായിട്ട് ഇതിന്റെ മാസും അതുപോലെ തന്നെയുള്ള അറ്റോമിക് നമ്പറും ഒക്കെ പതിയെ പതിയെ ചേഞ്ച് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരാറ്റത്തിനെ വേറൊരു ആറ്റമാക്കി മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ പോലെയുള്ള പ്രോസസ്സുകളിൽ കൂടെ നടത്തിയെടുക്കും. ഓക്കെ, അപ്പോ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസ് അതിന്റെ മാസ് പതിയെ പതിയെ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് തനിയെ കുറഞ്ഞു വരുന്ന പ്രോസസ്സാണ് റേഡിയോ ആക്ടിവിറ്റി. അത് റേഡിയേഷൻസ് പുറത്തു വിട്ടിട്ടാണ് അങ്ങനെ പുറത്തേക്ക് വരാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാസ് നമ്പറോ നമ്മൾ പഠിച്ചിരിക്കുന്ന അറ്റോമിക് നമ്പറോ അല്ല മാറുന്നത്. ഒബ്ജക്റ്റിന്റെ മാസ്, എടുത്തു വെച്ചിരിക്കുന്ന വെയിറ്റിനാണ് അവിടെ ചേഞ്ച് വരുന്നത്. ഓക്കെ, ആ വെയിറ്റിനാണ് അവിടെ മാറ്റം വരുന്നത്. ഇനി അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ആൽഫ ആണെങ്കിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ചേഞ്ച് വരും. ഗാമയാണെങ്കിലും അറ്റോമിക് നമ്പറും മാസ് നമ്പറും ചേഞ്ച് വരും. അപ്പൊ നമുക്ക് കെമിസ്ട്രിയിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് അതൊന്നുകൂടി പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആണവ ധാതു ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കേരളത്തിലെ തീരദേശത്തിലെ മണൽ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ധാതുവാണ് നമ്മൾ തീരദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്? തോറിയം എന്ന് പറയുന്ന ധാതുവാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ശ്രദ്ധിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം. ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ബോക്സൈറ്റ്
ബോക്സൈറ്റ് എന്താണ്? അലുമിനിയത്തിന്റെ ഒരു ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ബോക്സൈറ്റിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അലുമിനിയം നടക്കുക. വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ അലുമിനിയം ഉണ്ടാക്കിയെടുക്കുന്നത് ബോക്സൈറ്റിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു ധാതു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാസർഗോഡാണ്. ഈ കാസർഗോഡത്തെ ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അലുമിനിയം വേണമെങ്കിൽ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന കാസർഗോഡത്തെ പ്രദേശങ്ങളാണ് കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട് ഈ 3 പ്രദേശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ ധാരാളമായിട്ട് കാണുന്നത്. ഇതുപോലെ തന്നെ കേരളത്തില് ചുണ്ണാമ്പ് കല്ല്, ലൈംസ്റ്റോൺ എന്ന് പറയും, കാൽഷ്യം കാർബണേറ്റ് CaCO3 ആണ് ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ലിന്റെ നിക്ഷേപം കേരളത്തിലെ പല പ്രദേശങ്ങളിലുണ്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ചുണ്ണാമ്പ് കല്ലിന്റെ നിക്ഷേപങ്ങളുള്ളത് നമുക്ക് നോക്കാം. പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ കാണാറുണ്ട്. പിന്നെ തണ്ണീർമുക്കം ബണ്ട് എവിടെ വരണേന്ന് അറിയോ? ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. പിന്നെ വൈക്കം, വാടാനപ്പള്ളി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും എന്ത് കാണാം? ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപങ്ങൾ കാണാം. ഓക്കെ, ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപങ്ങളുള്ള സ്ഥലമാണ് പാലക്കാട്, കണ്ണൂർ ജില്ലകള്. പിന്നെ തണ്ണീർമുക്കം, വൈക്കം, വാടാനപ്പള്ളി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കാണാം? നമുക്ക് ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപം കാണാം. ഓക്കെ, പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ചുണ്ണാമ്പുകല്ലിന്റെ നിക്ഷേപമുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ്. അടുത്തത് കളിമണ്ണ് നിക്ഷേപമുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കളിമണ്ണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക? പോട്ടറി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കളിമണ്ണ് ഉപയോഗിക്കുക. അതുകൂടാതെ കളിമണ്ണ് എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് കുണ്ടറ പ്രദേശത്താണ്. കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് കുണ്ടറ. അവിടെയാണ് കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികം കാണുന്നത്. ഓക്കെ, അവിടെ കുണ്ടറ സിറാമിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുണ്ടറ സിറാമിക്സിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു, റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ കളിമണ്ണായിരിക്കും. ഓക്കെ, ഇത് കൂടാണ്ട് കേരളത്തില് സിലിക്കയുടെ നിക്ഷേപം ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. സിലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മണലിൽ കാണപ്പെടുന്ന കെമിക്കലാണ് സിലിക്ക എന്ന് പറയുന്നത്. ഈ സിലിക്ക നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നത് ആലപ്പുഴ, ചേർത്തല പ്രദേശങ്ങളിലാണ്. അപ്പൊ സിലിക്ക നിക്ഷേപം കാണുന്ന പ്രദേശങ്ങളാണ് ആലപ്പുഴ, ചേർത്തല പ്രദേശം. ഇനി ഇത് കൂടാണ്ട് ഇരുമ്പ് നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെട്ട സ്ഥലമാണ് കോഴിക്കോടും മലപ്പുറവും. ഇരുമ്പ് എന്താണെന്നറിയാലോ എല്ലാവർക്കും? അയേൺ എന്ന് നമ്മൾ പറയും. ഇരുമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണുന്നത് കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറത്തുമാണ്. അടുത്തത് അബ്രം അല്ലെങ്കിൽ മൈക്ക. മൈക്കയുടെ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് മൈക്കയുടെ നിക്ഷേപം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ധാതുക്കളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, സിലിക്ക എന്നൊക്കെ പറയുന്നത്. കേരളത്തിൽ സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് നദിയിൽ നിന്നാണ് സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ സ്വർണത്തിന്റെ സാന്നിധ്യമുള്ള നദി ഏതായിരുന്നു? ചാലിയാറായിരുന്നു. യെസ്. ഇനി കേരളത്തിൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കൺ ഇവയുടെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശമാണ് നീണ്ടകര. കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് നീണ്ടകര. നീണ്ടകരയുടെ ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓർമ്മയുണ്ടോ? വേറൊരു രാജ്യവുമായിട്ട് നോർവേയുമായിട്ട് സഹകരിച്ച് അവിടെ ഒരു ഫിഷറീസ് പ്രൊജക്ട് വന്നിട്ടുണ്ട്. നീണ്ടകര എന്ന് പറയുന്നത് ഒരു മത്സ്യബന്ധന പ്രദേശം കൂടിയാണ്. ഓക്കെ, ഇനി കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് തോറിയം എന്ന് പറയുന്നത്. അതൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്? ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലമാണ് കാസർഗോഡ്. ബോക്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം എന്ന് പറഞ്ഞു തന്നത്?
അലുമിനിയത്തിന്റെ പേരാണ്, അല്ലെങ്കിൽ അലുമിനിയം മിനറൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന കാസർഗോഡത്തെ പ്രദേശങ്ങളാണ് കുമ്പള, നീലേശ്വരം, കാഞ്ഞങ്ങാട്. ഇനി അടുത്തത് ചുണ്ണാമ്പുകല്ല്. ചുണ്ണാമ്പുകല്ല് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളാണ് പാലക്കാട്, കണ്ണൂര്. ചുണ്ണാമ്പുകല്ല് എന്ന് പറയുന്നത് സിമെന്റ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ സിമെന്റ് ഫാക്ടറീസ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ. ഇനി കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികം ഉള്ളത് കുണ്ടറ പ്രദേശത്താണ്. കുണ്ടറ സെറാമിക്സ്, അത് ഈ പോട്ടറി ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു, റോ മെറ്റീരിയൽ കളിമണ്ണാണ്. ഓക്കെ. കേരളത്തിലെ സിലിക്ക നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശമാണ് ആലപ്പുഴ, ചേർത്തല പ്രദേശം. സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലിൽ കാണപ്പെടുന്ന ഒരു കെമിക്കലാണ്. ദെൻ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലയാണ് കോഴിക്കോടും മലപ്പുറം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് എന്തായിരുന്നു? അബ്രം അല്ലെങ്കിൽ മൈക്ക കണ്ടെത്തിയിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഓക്കെ ആണല്ലോ? അടുത്തേക്ക് പോട്ടെ. എല്ലാവരും PDF ഒന്ന് ഓപ്പൺ ആക്കി വെച്ചോളൂ, ഒപ്പം നമുക്ക് വായിച്ചു പോവാം ട്ടാ. ഇനി കേരളത്തിലെ സ്വർണത്തിന്റെ നിക്ഷേപം നമ്മളൊരു നദിയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞു, ചാലിയാറില്. അതുപോലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ കുറച്ച് പ്രദേശങ്ങളുടെ പേരുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. മേപ്പാടി, വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ, ഈ പ്രദേശങ്ങളിൽ സ്വർണത്തിന്റെ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ. മേപ്പാടി കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും? മേപ്പാടി കേട്ടിട്ടില്ലേ? മേപ്പാടി കേട്ടിട്ടുണ്ട്. ആ, മേപ്പാടി എവിടെയാണ് സ്ഥലം? അല്ലെങ്കിൽ എങ്ങനെയാണ് പരിചയം മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്? അറിയില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ആ സ്ഥലം കിടക്കണേന്നുള്ളത്. ശരി, അടുത്തേക്ക് നോക്കാം. സ്വർണ്ണ നിക്ഷേപം കഴിഞ്ഞ അടുത്ത് നമുക്ക് പറയാനുള്ളത് രത്നങ്ങളുടെ നിക്ഷേപങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ രത്നക്കല്ലുകൾ കാണാറുണ്ട്. അങ്ങനെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞേ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? രത്നക്കല്ലുകൾ കാണപ്പെടുന്നത്. ഓക്കെ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ ഭാഗത്തുടനീളം കാണപ്പെടുന്ന രത്നക്കല്ല് രണ്ടെണ്ണാണ്. അതിന്റെ പേര് നോക്കി വെച്ചോളൂ. മാർജാര നേത്രം, അലക്സാൻഡ്രൈറ്റ്. ഈ രണ്ട് ഇനത്തിൽപ്പെട്ട രത്നക്കല്ലുകളാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലയുടെ കിഴക്കൻ തീരങ്ങളിൽ അല്ലെങ്കിൽ കിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. മാർജാര നേത്രം, അലക്സാൻഡ്രൈറ്റ്. ഓക്കെ. ഇനി കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരേ ഒരു ഇന്ധന ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേൺ ചെയ്യിക്കാൻ, ഫ്യൂവൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന ഇന്ധന ധാതുവാണ് ഇത്. ലിഗ്നൈറ്റ് എന്നാണ് കേട്ടോ. ലിനൈറ്റ് എന്ന് എഴുതിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണ്? ലിഗ്നൈറ്റ് എന്നാണ് കേട്ടോ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന, വർക്കല കൊല്ലം ജില്ലയാണ്, ഇതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? കൺഫ്യൂഷൻ ഉണ്ട്, നോക്കാം. വർക്കലയിൽ കണ്ടുവരുന്ന ഇന്ധന ധാതു നിക്ഷേപമാണ് ലിഗ്നൈറ്റ്. ഓക്കെ, ലിഗ്നൈറ്റ്. ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. കാർബൺ ഇങ്ങനെ ഹെക്സഗണൽ ലെയർ ഷേപ്പില് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി അതിന്റെ ഇടയിൽ ചെറിയ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. കാർബൺ മാത്രമേ ഇത് കണ്ടെയ്ൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഗ്രാഫൈറ്റിന്റെ നിക്ഷേപം നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കണ്ടെത്തിയിരിക്കണെന്ന് നോക്കി പറഞ്ഞേ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഓക്കെ. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലാണ് എന്ത് കണ്ടിരിക്കുന്നത്? ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയത്. ഇനി കേരളത്തില് ധാതു പര്യവേഷണത്തിന് നേതൃത്വം നൽകുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ്. ഓക്കെ. കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കേരളത്തില് ഈ ധാതുക്കളെ സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾക്ക് അല്ലെങ്കിൽ പര്യവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ. രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇവർ രണ്ടുപേരും ചേർന്നാണ് നടത്തുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ധാതുക്കളെ കുറിച്ച് പറയാനുള്ളത്.
അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് പേജിൽ നമ്മൾ കണ്ട ധാതുക്കളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി പറയാം. അബ്രം അല്ലെങ്കിൽ മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം. സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് മേപ്പാടി, വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ. ഇത്രയും സ്ഥലങ്ങള്. കേരളത്തിലെ രത്നക്കല്ലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ. ഇവിടെ കാണുന്ന രത്നക്കല്ലുകളുടെ പേരെന്തായിരുന്നു? മാർജാര നേത്രം, അതൊരു ടൈപ്പാണ്. ദെൻ അലക്സാൻഡ്രൈറ്റ്. ഇനി കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരേ ഒരു ഇന്ധന ധാതു ഏതാണ്? ഒരേ ഒരു ഇന്ധന ധാതു ലിഗ്നൈറ്റ് ആണ്. വർക്കലയിലാണ് ലിഗ്നൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇത് കൂടാണ്ട് ഗ്രാഫൈറ്റ് നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഓക്കെ, കേരളത്തിൽ ഇങ്ങനെയുള്ള ധാതുക്കൾ ഉണ്ടോ എന്നൊക്കെ പര്യവേഷണം ചെയ്യാനായിട്ട് അതിനുള്ള നേതൃത്വം കൊടുക്കുന്നത് 2 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഏതൊക്കെയാണ്? മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും. ഓക്കെയാണോ ഇതുവരെ പറഞ്ഞത്? ഓക്കെയാണ്. ഓക്കെയാണ്. അടുത്ത നമുക്ക് നോക്കാം. നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ധാതുക്കളും വ്യവസായങ്ങളും എന്നാണ്. അപ്പൊ ധാതുക്കൾ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്തായിരിക്കും? വ്യവസായങ്ങൾ. ഇൻഡസ്ട്രി. പല ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിലുണ്ട്. അതില് കുറച്ച് നമുക്കിത് പഠിക്കാം. IT വ്യവസായം തുടങ്ങി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഓക്കെ, ഇതിന് ശേഷം ഉണ്ട് കേട്ടോ, ഇൻഡസ്ട്രീസ് കഴിഞ്ഞിട്ടില്ല. തുടങ്ങാം. 1938 ശേഷമാണ് കേരളത്തില് ആധുനിക വ്യവസായശാലകൾ സ്ഥാപിക്കപ്പെട്ടു തുടങ്ങിയത്. ഇങ്ങനെ കേരളത്തില് ആധുനിക വ്യവസായശാലകൾ സ്ഥാപിക്കപ്പെട്ട നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട്. ഓക്കെ, 1938 ശേഷം. അപ്പൊ ഇത് 20-ാം നൂറ്റാണ്ടാണ്. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട കുറച്ച് വ്യവസായശാലകളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. നോക്കിയേ, പുനലൂരുള്ള പേപ്പർ മില്ല്, കളമശ്ശേരിയിൽ നമ്മളിപ്പോ കാണുന്ന ഫാക്ടറി ഉണ്ടല്ലോ FACT, അത്, കുണ്ടറ സെറാമിക്സ്, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ ആൻഡ് മിൽസ് കൊച്ചി, അളഗപ്പ തുണിമിൽ കൊച്ചി. ഇത്രയും സ്ഥാപനങ്ങൾ ഈ വ്യവസായശാലകൾ സ്ഥാപിക്കാനായിട്ട് ആരംഭിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകിയത് ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് ആ സമയത്ത് ആവശ്യമുള്ള പല സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവര് സാങ്കേതിക വിദ്യയും സാമ്പത്തിക സഹായമൊക്കെ കൊടുത്തു തുടങ്ങിയത്. ഇങ്ങനെ ആധുനിക വ്യവസായങ്ങള് വളരെയധികം നമ്മുടെ നാട്ടില് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള കാരണം തുടക്കം വരുന്നത് എവിടെ നിന്നാണ്? പള്ളിവാസൽ വൈദ്യുതി നിലയത്തിന്റെ സ്ഥാപനം തുടങ്ങിയത്. നമുക്കറിയാം, ഈ ഇൻഡസ്ട്രീസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ വോൾട്ടേജ് കറണ്ട് വേണം. പണ്ടത്തെ കാലത്ത് നമ്മള് കറണ്ട് ഉപയോഗിക്കലില്ലായിരുന്നു. കറക്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞത്. കറണ്ട് ഉപയോഗിക്കാറുണ്ടായില്ല. സാധാരണ നമുക്ക് കിട്ടുന്ന ബാക്കി സാധനങ്ങൾ കത്തിച്ചൊക്കെയാണ് നമ്മൾ വെജിറ്റബിൾ ഓയിലൊക്കെ കത്തിച്ചാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കൽക്കരിനെ മാത്രം ആശ്രയിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. അങ്ങനെ ആദ്യമായിട്ട് സ്വകാര്യ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിച്ച ഒരു ജലവൈദ്യുത നിലയമാണ് പള്ളിവാസൽ എന്ന് പറയുന്നത്. അപ്പൊ അതോടുകൂടി വ്യവസായങ്ങളുടെ മേഖലയിൽ വളരെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, ഇനി കേരളത്തില് ഓട് വ്യവസായത്തിന് തുടക്കം കുറിച്ചത് ബാസൽ മിഷനാണ്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ബേസൽ മിഷനാണ് ഓടിന്റെ വ്യവസായത്തിന് തുടക്കം കുറിച്ചത്. കേരള സെറാമിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ പ്രദേശത്താണ്. കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവിതാംകൂറിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് 1937. അതിനുശേഷം കേരള സർക്കാർ ഇത് 1963 ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ട് ഏറ്റെടുത്തു. അപ്പോ കേരളത്തില് ഓട് വ്യവസായത്തിന് തുടക്കം കുറിച്ച ബേസൽ മിഷനാണ്. അവരുടെ സ്ഥാപനമാണ് കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ. അത് 1937 സ്ഥാപിക്കപ്പെട്ടതാണ്. കേരള സർക്കാർ അത് 1963 ഏറ്റെടുത്തു. ഓക്കെ, ഇനി വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം, നമുക്ക് ക്യാപിറ്റൽ വേണമല്ലോ, അത് സ്വരൂപിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് വേണ്ടി വരും? പണമിടപാടുകൾ നടത്തേണ്ടതായിട്ട് വരും അല്ലെ? നമ്മൾ എമൗണ്ട് കൊടുക്കണം, വാങ്ങിക്കണം, അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ആണ് നെടുങ്ങാടി ബാങ്ക് കേട്ടോ.
കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. ഇനി ഈ കാലയളവിൽ കേരളത്തില് മറ്റു പല ബാങ്കുകളും പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക്, ഇങ്ങനെ പല പല സ്ഥാപനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന് ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ് പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിങ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ബോർഡ്. അതിന്റെ ഷോർട്ട് ഫോം റിയാബ് എന്നാണ്. പബ്ലിക് സെക്ടർ റീസ്ട്രക്ചറിങ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ബോർഡ്. ഓക്കെ, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്ന് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിട്ടാ. ഓക്കെ, ഇനി കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊച്ചി. നമുക്കറിയാം കൊച്ചി എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊച്ചി. ഇനി കേരളത്തിന്റെ വ്യാവസായിക നഗരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യവസായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് ഉത്തരം പറയാൻ പറ്റുക? ആലുവയാണ് വ്യവസായ നഗരം. ഏഞ്ചൽ VA ക്യാമറ ഓൺ ആയി കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. കേരള സർക്കാർ സംരംഭകർക്കായിട്ട് ഒരു ഓൺലൈൻ ക്ലിയറൻസ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് K-SWIFT, കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പാരന്റ് ക്ലിയറൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ ക്ലിയറൻസ് മെക്കാനിസം ആണ് K-SWIFT എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് കേരളത്തിലെ വ്യവസായങ്ങളുടെ ഒരു തുടക്കം എങ്ങനെയാണെന്നായിരുന്നു. ഓക്കെ, 1938 ശേഷമാണ് കേരളത്തിലെ ആധുനിക വ്യവസായശാലകൾ സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം 20-ാം നൂറ്റാണ്ടോട് കൂടി അത്യാവശ്യം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് തുടങ്ങി. ആ സമയത്ത് സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കുറച്ച് വ്യവസായശാലകളാണ് പുനലൂർ പേപ്പർ മിൽ, കളമശ്ശേരിയിലെ FICT, കുണ്ടറ സെറാമിക്സ്, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി, അളഗപ്പ തുണി മിൽ കൊച്ചി. ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് തുടക്കത്തിൽ വന്നതാണ്. ഇങ്ങനെയുള്ള ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സഹായങ്ങൾ നമുക്ക് നൽകിയത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഇങ്ങനെ വ്യവസായങ്ങൾ പെട്ടെന്ന് ത്വരിതപ്പെട്ട് വളരാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? പള്ളിവാസൽ ജലവൈദ്യുത നിലയത്തിന്റെ സ്ഥാപനമായിരുന്നു അതിന്റെ കാരണം. ഇനി കേരളത്തിലെ ഓടിന്റെ വ്യവസായം എന്ന് വെച്ചാൽ സെറാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസൽ മിഷൻ ആണ്. ബേസൽ മിഷൻ അല്ലെങ്കിൽ ബാസൽ മിഷൻ എന്ന് വായിക്കാം കേട്ടോ. ഇംഗ്ലീഷിൽ ഇത് ബേസൽ മിഷൻ എന്നാണ് നമ്മൾ വായിക്കാറ് സാധാരണ. ഇനി കേരള സെറാമിക്സ് ലിമിറ്റഡ്, ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ്. തിരുവിതാംകൂറിൽ ഇത് സ്ഥാപിക്കപ്പെട്ടത് 1937-ലാണ്. അതിനുശേഷം കേരള സർക്കാർ 1963-ല് ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വ്യവസായങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പണമിടപാടുകൾ നടത്തേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള പണമിടപാടുകൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. ഈ സമയത്ത് ഇമ്പീരിയൽ ബാങ്ക്, നാഷണൽ ബാങ്ക് പോലെയുള്ള മറ്റു പല ബാങ്കുകളും ഫോം ചെയ്തിട്ടുണ്ട്. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണം നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ് ഏത്? റിയാബ് എന്ന് പറയുന്നത്. ഓക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനമാണ് റിയാബ്. അടുത്തത് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊച്ചി. കേരളത്തിന്റെ വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആലുവ. ഇനി കേരള സർക്കാർ സംരംഭകർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഓൺലൈൻ ക്ലിയറൻസ് മെക്കാനിസം അറിയപ്പെടുന്ന പേരാണ് K-SWIFT. ഓക്കെ, അപ്പൊ ഏകദേശം 3 പേജോളം നമ്മുടെ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട് നമ്മള്. അടുത്ത പേജിലേക്ക് നമ്മൾ പതിയെ കടക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?
ഇല്ല എന്ന് വിചാരിക്കുകയാണ്. നോക്കാം. നമ്മൾ K-Swift എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു. ഓക്കെ, മുൻകൂർ അനുമതി കൂടാതെ ആരംഭിക്കാൻ കഴിയുന്ന ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാനായിട്ട് നിയമപരമായ നടപടികൾ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് K-Swift എന്ന് പറഞ്ഞ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇനി സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. നമ്മൾ കിഫ്ബി എന്ന് കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഫുൾ ഫോം ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന് പറയുന്നത്. ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനമാണ് കിഫ്ബി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇൻഡസ്ട്രീസ് ആയിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കയർ വ്യവസായത്തെ കുറിച്ചാണ്. ഓക്കെ, ലോകത്തെ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് കേരളം. ഇന്ത്യയുടെ മൊത്തം കയർ ഉൽപാദനത്തിന്റെ 85% കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് കയർ ഉൽപ്പന്നങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ കയറ്റുമതി ചെയ്ത നമ്മുടെ കയർ ഉൽപ്പന്നങ്ങളൊക്കെ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. ചൈന രാജ്യത്തേക്കാണ് കയർ ഉൽപ്പന്നങ്ങളും ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്നത്. ഇനി കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായമാണ് കയർ വ്യവസായം. പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത്. പരമ്പരാഗത വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പണ്ട് കാലം തുടങ്ങി തന്നെ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോഴും നമ്മൾ അതുപോലെ തന്നെ കുട്ടപ്പനായിട്ട് കൊണ്ടുനടക്കുന്നത്. അങ്ങനെയുള്ള വ്യവസായമാണ് കയർ വ്യവസായം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായമാണ് കയർ വ്യവസായം. പരമ്പരാഗത വ്യവസായങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായമാണ് കയർ വ്യവസായം. കയർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതായിരിക്കും? നമുക്കറിയാം. ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല എവിടെയായിരിക്കും? ആലപ്പുഴയായിരിക്കും. ഓക്കെ, ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കയർ വ്യവസായം ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറ സ്മെയിൽ എന്നാണ് ആ കമ്പനിയുടെ പേര്. ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേര് ഡാറ സ്മെയിൽ എന്നാണ്. അത് രണ്ടുപേര് ചേർന്നിട്ടാണ് സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ്. 1859 ഡാറ സ്മെയിൽ എന്ന് പറയുന്ന ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേരാണ് ഡാറ സ്മെയിൽ. ഇത് സ്ഥാപിച്ച വർഷമാണ് 1859. ഇത് സ്ഥാപിച്ച രണ്ടുപേരുടെ പേര് നമുക്കൊന്ന് ഓർത്തു വയ്ക്കാം. ജെയിംസ് ഡാറയും ഹെൻറി സ്മെയിൽ. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു കയർ ഫാക്ടറി സ്ഥാപിച്ചത് കേട്ടോ. ഈ ജെയിംസ് ഡാറ എന്ന് പറയുന്നത് ഐറിഷ് ബോൺ അമേരിക്കൻ ആണ്. പിന്നീട് ഇവര് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെയാണ് കേരളത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കേരള സർക്കാർ കയർ വർഷമായിട്ട് ആചരിച്ച വർഷമാണ് 2010. കയർ വർഷമായിട്ട് ആചരിച്ച വർഷമാണ് 2010. ഓക്കെ, 2010 കയർ വർഷമായിട്ട് ആചരിച്ചു. ഈ കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ പേരാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം. ഒരു വീട്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ എല്ലാം കൂടി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വിറ്റ് പോകില്ല. അതാണ് ആ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി കേരളത്തിലെ കയർ മേഖലയ്ക്ക് ആവശ്യമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് കയർ വികസന ഡയറക്ടറേറ്റ് ആണ് ഈ കയർ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ പ്രോഗ്രാമുകളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ കുറച്ചധികം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ പേരുകളൊന്ന് നോക്കാം. കേരള സംസ്ഥാന സഹകരണ കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കയർ ഫെഡ് എന്ന് പറയും. ഇനി നമ്മൾ മത്സ്യഫെഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ കയർ ഫെഡ്. ഇനി കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് കയർ ക്രാഫ്റ്റ്.
പിന്നെ ഫോം മാറ്റിങ്സ് ഇന്ത്യ ലിമിറ്റഡ്, ദേശീയ കയർ ഗവേഷണ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ കയർ മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല സ്ഥാപനങ്ങളും കയർ മേഖലയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സ്ഥാപനമാണ് കയർ ബോർഡ്. കയർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സ്ഥാപനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനമാണ് ഏത്? കയർ ബോർഡ്. 1954 ഈ ഒരു സ്ഥാപനം കൊണ്ടുവന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾ 2014 നടത്തിയിട്ടുണ്ട്. ഡയമണ്ട് ജൂബിലി എന്ന് പറഞ്ഞാൽ 60 വർഷമാണ്. 2014 ആ ഒരു ആഘോഷങ്ങൾ നമ്മൾ നടത്തിയത്. അതിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര കയർ മ്യൂസിയം സ്ഥാപിച്ചു. അന്താരാഷ്ട്ര കയർ മ്യൂസിയം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബർ ബോർഡ് നിലവിൽ വന്നതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര കയർ മ്യൂസിയം സ്ഥാപിച്ചത്. ഓക്കെ ആണോ ഇതുവരെ പറഞ്ഞത്? നമ്മൾ കുറച്ച് ഫാക്ടുകൾ പറയുന്നതാണ്, കേട്ടിരുന്നാൽ മതി കേട്ടോ. അടുത്തത് നോക്കാം. ഈ കയർ വ്യവസായം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാധനമാണ്. അവിടെ പല പല പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ടാവും. എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഈ സ്വയം സഹായ സംഘങ്ങളൊക്കെ, അങ്ങനെയുള്ള പ്രാഥമിക സ്വയം സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഏജൻസിയാണ് കയർഫെഡ് എന്ന് പറയുന്നത്. ഓക്കെ. കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കയർഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാലോ. കയർ ബോർഡ് കൊച്ചി, കയർഫെഡ് ആലപ്പുഴ, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം ആലപ്പുഴ. ഇനി 1959 സ്ഥാപിതമായ ഈ കയർഫെഡ് സ്ഥാപനത്തിന് ഭാരത സർക്കാരിന്റെ കീഴിലുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലെ കയർ വ്യവസായത്തിന്റെ സ്ഥാപിതമായ പുരോഗതിക്കായി നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് 1969 സ്ഥാപിക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള പല പല ഓർഗനൈസേഷൻസിന്റെ ഭാഗമായിട്ട് കയർ മേഖലയിൽ പുനരുദ്ധാരണ പദ്ധതികൾ നടന്നിട്ടുണ്ട്. 1-2 നമുക്ക് നോക്കാം. നോക്കിയേ. കയർ ഉദ്യമി യോജന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കയർ വ്യവസായ പുനരുദ്ധാരണം, നവീകരണം, നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കൽ എന്നിവയിലൂടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് വിഭാവനം ചെയ്ത പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഓക്കെ. അപ്പോൾ സുസ്ഥിര വികസനമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്തത് നോക്കാം. അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം, ഗ്രാമീണ ജനതയുടെ തൊഴിൽ വികസിപ്പിക്കുക, രാജ്യത്തിനകത്തും പുറത്തും കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനം ശക്തിപ്പെടുത്തുക മുതലായ പ്രവർത്തനങ്ങളിലൂടെ കയർ വ്യവസായത്തിന്റെ സുസ്ഥിര വികസനം ശക്തിപ്പെടുത്താൻ നിലവിൽ വന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആ ടേമുകൾ ഇമ്പോർട്ടന്റ് ആണ്. കയർ ഉദ്യമി യോജനയുണ്ട്, കയർ വികാസ് യോജനയുണ്ട്. ഇനി ഈ കയർ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചകിരി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഗ്രാമീണ വനിതകൾ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അനുബന്ധ മേഖലകളിലും സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ നിലവിൽ വന്ന പദ്ധതിയാണ് മഹിളാ കെയർ യോജന. മഹിളാ കെയർ യോജന. ഇതിൽ നിന്ന് ലോണൊക്കെ കിട്ടും ഈ സ്വയം തൊഴിലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇനി കേന്ദ്ര കയർ ബോർഡിന്റെ SFURTI സ്കീം ഓഫ് ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, ഇതിന്റെ ഭാഗമായിട്ട് ചകിരിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാറുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടെ കേരളത്തിലെ കയർ ബോർഡ് ക്ലസ്റ്റർ ആരംഭിച്ച സ്ഥലമാണ് തിരുപ്പുറം. കയർ ബോർഡ് ക്ലസ്റ്റർ ആരംഭിക്കുന്ന സ്ഥലമാണ് തിരുപ്പുറം. തിരുപ്പുറം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ്, തിരുപ്പുറം ജില്ല. ഓക്കെ. അപ്പൊ നമ്മള് കയർ ബോർഡിനെ കുറിച്ചും കയർ ഫെഡിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത്. ഇനി ഇത് കൂടാണ്ട് ഒരു നിസ്സാര പോയിന്റ്സ് കൂടിയാണ് നമുക്ക് കയറിന്റെ ഭാഗമായിട്ട് പറയാനുള്ളൂ. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വായിക്കാം കേട്ടോ, റിവൈസ് ചെയ്യാം. മൂല്യവർദ്ധിത കയർ ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനത്തിനായി നിലവിൽ വന്ന സ്ഥാപനമാണ് ഫോം മാറ്റിങ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഫോമിൽ നിന്ന് ഷോർട്ട് ഫോമിൽ പറയും. 1979 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഗവേഷണ വികസന പ്രവർത്തനങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൽപ്പനാധിഷ്ഠിത ഉൽപ്പന്നങ്ങളും വികസിപ്പിച്ച് ന്യായവിലയ്ക്ക്
കയർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് ദേശീയ കയർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ദേശീയ കയർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് NCRMI. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. NCRMIയുടെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ്. നമ്മുടെ കേരളത്തിലെ കയറിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കേരള കയർ, സ്വന്തം നാട്ടിലെ സുവർണ നൂൽ. അങ്ങനെയാണ് അതിനൊരു ടാഗ് ലൈൻ പോലെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം മിൽമയുടെ ഒക്കെ ടാഗ് ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ ഇവിടെയും ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നോക്കാം, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാർ ആണ്. വയലാർ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. ഈ കേരളത്തിലെ ഇക്കോ കയർ ഗ്രാമമാണ് ഹരിപ്പാട്. ഇക്കോ കയർ ഗ്രാമമാണ് ഹരിപ്പാട്. ഇനി ഈ കയർ ഉണ്ടാക്കുന്ന മേഖലയ്ക്ക് അത്യാവശ്യം യന്ത്ര സാമഗ്രികൾ ആവശ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് ആവശ്യത്തിന് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആലപ്പുഴയിൽ ആരംഭിച്ച സ്ഥാപനമാണ് കേരള സംസ്ഥാന കയർ യന്ത്ര നിർമ്മാണ കേന്ദ്രം. ഓക്കെ, നിർമ്മാണ കമ്പനി. കേരള സംസ്ഥാന കയർ യന്ത്ര നിർമ്മാണ കമ്പനി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെയുള്ള പോർഷൻ നമ്മളിപ്പോ ലാസ്റ്റ് വായിച്ചു നിർത്തിയത് കയർ വ്യവസായമായിരുന്നു. ഈ കയർ വ്യവസായം എന്നുള്ള പോർഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇനി നോക്കാനുള്ളത് കൈത്തറി വ്യവസായമാണ്. കൈത്തറി. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തിനെ കുറിച്ചായിരുന്നു? കയർ വ്യവസായത്തെ കുറിച്ചായിരുന്നു. അടുത്ത് നമുക്ക് പറയാനുള്ളത് കൈത്തറി. കേരളത്തിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കുറച്ച് ഏരിയ ഓഫ് ഇൻഡസ്ട്രീസ് ആണ് കൈത്തറി മേഖല, അല്ലെങ്കിൽ യന്ത്രത്തറി മേഖല, സ്പിന്നിങ് മേഖല എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ലയാണ് കണ്ണൂര്. ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. കൈത്തറി സഹകരണ സംഘങ്ങൾ കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കുറവുള്ളത് വയനാടാണ്. ഇനി കൈത്തറി വ്യവസായത്തിലെ അസംഘടിത പരമ്പരാഗത കൈത്തറി നെയ്ത്തുകാരുടെ ഉന്നമനത്തിനായിട്ട് കണ്ണൂർ ആസ്ഥാനമായി 1968 രൂപം കൊണ്ട ഏജൻസിയാണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. ഹാൻഡ് വീവ് എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ. ഹാൻഡ് വീവ് അത് അസംഘടിത പരമ്പരാഗത കൈത്തറി തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇനി ഈ പറഞ്ഞ കൈത്തറി മേഖലയുടെ മേൽനോട്ടം നിർവഹിക്കുന്നത് കേരള സംസ്ഥാന വികസന കോർപ്പറേഷൻ ആണ്. കൈത്തറിയുടെ തന്നെ വികസന കോർപ്പറേഷൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാസ്റ്റർ വീവർ സമ്പ്രദായമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി. വീവർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നെയ്യണ ആൾക്കാരെയാണ് നമ്മൾ വീവേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി. പണ്ട് കാലങ്ങളിൽ കുടിൽ വ്യവസായം പോലെയാണ് കൈത്തറി നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഒരു പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ചില ആളുകളാണ് നെയ്ത്തിന് നേതൃത്വം കൊടുക്കുക. ഓക്കെ, ഇനി അങ്ങനെ കേരളത്തിലെ പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സംഘമാണ് കേരള സംസ്ഥാന ഹാൻഡ്ലൂം വീവേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡെക്സ്. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഹാൻഡെക്സിന്റെ ഔട്ട്ലെറ്റുകൾ കാണാറുണ്ട്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഈ കൈത്തറി നടക്കുന്ന പ്രദേശങ്ങളിൽ സൊസൈറ്റീസ് ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ സൊസൈറ്റികൾ ഉണ്ടാവും, സഹകരണ സംഘങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംഘങ്ങളുടെ അപ്പെക്സ് ബോഡി, നമ്മളിപ്പോ ബാങ്കുകളുടെ അപ്പെക്സ് ബോഡിയാണ് RBI എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ് ഹാൻഡെക്സ്, കേരള സംസ്ഥാന ഹാൻഡ്ലൂം വീവേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡെക്സ്. ഹാൻഡെക്സിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഹാൻഡെക്സിന്റെ ആസ്ഥാനം. ഹാൻഡ് വീവിന്റെ ആസ്ഥാനം വരുന്നത് കണ്ണൂരാണ്. ഹാൻഡ് വീവിന്റെ ആസ്ഥാനം വരുന്നത് കണ്ണൂരാണ്. ഹാൻഡെക്സിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓക്കെ,
കേരള സഹകരണ സംഘം നിയമം അനുസരിച്ചാണ് ഹാൻഡെക്സ് രജിസ്റ്റർ ചെയ്തത്. 1961 ഹാൻഡെക്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി അസംസ്കൃത വസ്തുക്കളുടെ സംഭരണം, അതുപോലെ പ്രോസസ്സിംഗ്, വിപണനം, ഗുണനിലവാരമുള്ള നൂലുകളുടെ പ്രോസസ്സിംഗ്, അതുപോലെ കയറ്റുമതിയിലൂടെ കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ബിസിനസ്, ഇങ്ങനെയുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന അപ്പെക്സ് സ്ഥാപനമാണ് ഹാൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് സംഭരിച്ചു വെക്കുക, അതിന്റെ പ്രോസസ്സിംഗ് നടത്തുക, അത് വിപണിയിൽ എത്തിക്കുക, ഗുണനിലവാരമുള്ള നൂലുകൾ ഉണ്ടാക്കിയെടുക്കുക, കയറ്റുമതിയിലൂടെ കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പെക്സ് സ്ഥാപനമാണ് ഹാൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളത്തില് ഈ കൈത്തറി വ്യവസായത്തില് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. അതിലൊരു പ്രധാന പദ്ധതിയാണ് തനിമ എന്ന് പറയുന്നത്. ഓക്കെ, തനിമ. കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞു നോക്കാം. ബാലരാമപുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലുള്ള സ്ഥലമാണ് ബാലരാമപുരം. പിന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥലമാണ് കുത്താമ്പുള്ളി. ചേന്ദമംഗലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കൈത്തറി ഗ്രാമമാണ്. ഇനി 2018 പ്രളയത്തിൽ നശിച്ചുപോയ ചേന്ദമംഗലം കൈത്തറിയുടെ അതിജീവനത്തിനായി പ്രത്യേകമായി നിർമ്മിച്ച പാവകൾ അറിയപ്പെടുന്ന പേരാണ് ചേക്കുട്ടി പാവകൾ. നിങ്ങൾ ഈ ചേക്കുട്ടി പാവകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഈ 2018 പ്രളയം വന്നപ്പോ ഈ ചേന്ദമംഗലം പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി. അപ്പൊ അവരുണ്ടാക്കി വെച്ചിരുന്ന കൈത്തറി വസ്ത്രങ്ങൾ മുഴുവൻ ചെളി വന്ന് ആകെ ഡാമേജ്ഡായി, വെള്ളം നനഞ്ഞ് ഡാമേജ്ഡായി. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയാണ് ചേക്കുട്ടി പാവകൾ അത് ഉപയോഗിച്ച് നിർമ്മിക്കാനുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോ ഈ ഹാൻഡെക്സ് വസ്ത്രങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ പാവ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ആ ചേക്കുട്ടി പാവകള് വിറ്റഴിച്ചിട്ടാണ് ആ പ്രളയത്തിൽ നശിച്ച ചേന്ദമംഗലം കൈത്തറി ഒന്ന് അതിജീവിച്ചു വന്നത്. ഓക്കെ, ഇനി കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിച്ച സ്ഥലമാണ് കൊല്ലം ജില്ല. ഓക്കെ, ആദ്യത്തെ തുണിമിൽ സ്ഥാപിച്ച സ്ഥലമാണ് കൊല്ലം. ഇനി ഇത് ജില്ലകളുടെ കൂടെയും ഓർത്തിരിക്കണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിച്ച സ്ഥലമാണ് കൊല്ലം. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ റയോൺ ഫാക്ടറിയാണ് ട്രാവൻകൂർ റയോൺ ഫാക്ടറി. പെരുമ്പാവൂരാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി. ഇനി കേരളത്തിലെ റയോൺ ഉൽപാദനം നടത്തിയിരുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനമാണ് മാവൂർ ഗ്വാളിയർ റയോൺസ്. ഇത് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? മാവൂർ ഗ്വാളിയർ റയോൺസ്, ഓർമ്മയുണ്ടോ നോക്കട്ടെ. കേരളത്തിലെ റയോൺ ഉൽപാദനം നടത്തിയിരുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനമാണ് മാവൂർ ഗ്വാളിയർ റയോൺസ്. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്ത് ഈ പേര് പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഓർമ്മയുള്ളവർ പറയാം. ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? മലിനീകരണം കൂടുതലായിട്ട് ഏത് നദിയുടെ മലിനീകരണമായിരുന്നു? ചാലിയാർ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ഫാക്ടറിയുടെ പേര് കേട്ടത്. അപ്പൊ ഓർമ്മയുണ്ട്. അടുത്ത പറയട്ടെ, നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പോണത് നിങ്ങൾ പഴയ കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത നോക്കാം. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനവും കൈത്തറി മേഖലയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിവരങ്ങളും അതുപോലെ മനുഷ്യശേഷി സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന നോഡൽ ഏജൻസിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി. ഓക്കെ, ഇത് 1860 നിയമം അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. കൈത്തറി മേഖലയിൽ ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യകൾ എടുത്തു കൊടുക്കുക, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പറയില്ലോ, മാനവിക ശേഷി എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി.
സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽ മില്ലുകൾ സ്ഥാപിച്ച് നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടെ 1972 നിലവിൽ വന്ന ഒരു കേരള സർക്കാർ സംരംഭമാണ് കേരള സംസ്ഥാന ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, 1972 നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് കേരള സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇനി കേരള സംസ്ഥാന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ആൻഡ് ടെസ്റ്റിംഗ് ഡിവിഷൻ ആണ്. അതിന്റെ പേര് നോക്കാം നമുക്ക്. സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ടെക്സ്റ്റൈൽസ്, ബാലരാമപുരം. ബാലരാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റിസർച്ച് സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ് ഈ പറഞ്ഞ സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ടെക്സ്റ്റൈൽസ്. ഇനി കേരളത്തില് അല്ലെങ്കിൽ ഈ കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാന മില്ലുകളാണ് പ്രഭുറാം മിൽസ്, കോട്ടയം മിൽസ്, ഇടയ്ക്കരിക്കൽ ടെക്സ്റ്റൈൽസ്, മലബാർ സ്പിന്നിങ് ആൻഡ് വീവിംഗ് മിൽസ്, കോമളപുരം സ്പിന്നിങ് ആൻഡ് വീവിംഗ് മിൽസ് എന്നൊക്കെ പറയുന്നത്. കേരളത്തിലെ ടെക്സ്റ്റൈൽ യൂണിറ്റുകളിലുള്ള നൂല്, പഞ്ഞി, തുണിത്തരങ്ങൾ ഇവയുടെ ഗുണനിലവാര പരിശോധന നടത്തുന്ന സ്ഥാപനമാണ് സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ടെക്സ്റ്റൈൽസ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് CARDT. ഓക്കെ, ബാലരാമപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണനിലവാരം കൂടി ഇവരോട് ഉറപ്പുവരുത്തുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള നൂല്, പഞ്ഞി ഇതിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടെക്സ്റ്റൈൽസ് നമുക്ക് പുറത്തിറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, ഈ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ ഗവൺമെന്റ് പതിപ്പിക്കുന്ന മുദ്രയാണ് ഇന്ത്യൻ ഹാൻഡ്ലൂം മുദ്ര. അപ്പൊ കൈത്തറി ഉൽപ്പന്നങ്ങളിൽ തന്നെ ക്വാളിറ്റി കൂടിയ ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യൻ ഹാൻഡ്ലൂം മുദ്ര നമ്മൾ പതിപ്പിക്കുക. മികച്ച നെയ്ത്തുകാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സന്ത് കബീർ പുരസ്കാരം. സന്ത് കബീർ പുരസ്കാരം. ഇനി ദേശീയ കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ച ദിവസമാണ് ഓഗസ്റ്റ് 7. 2015 ഈ പ്രഖ്യാപനം നടത്തിയത്. നരേന്ദ്രമോദിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ത്യയിൽ കൈത്തറി വ്യവസായം ഇത്ര അധികം പ്രാധാന്യം നേടിയത്. അപ്പോ സ്വദേശി പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെട്ട ഓഗസ്റ്റ് 7 കൈത്തറി ദിനം പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കൈത്തറി വ്യവസായം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. അതിനുശേഷം ഖാദി വ്യവസായത്തിലേക്ക് കടക്കാം. എല്ലാവരും PDF ഒന്ന് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി അടുത്തേക്ക് കിടക്കുകയാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഖാദി വ്യവസായമാണ്. ഖാദി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഖാദിയും ഈ കൈത്തറിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ഖാദി ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിയമപരമായി പ്രവർത്തിക്കുന്ന ഭാരത സർക്കാർ സ്ഥാപനമാണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ. ഇത് കേരളത്തിലെ ഖാദി ഗ്രാമ വ്യവസായത്തെ സംഘടിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് എന്ന് പറയുന്നത്. 1957 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൈത്തറി കഴിഞ്ഞു, ഖാദി വ്യവസായം കഴിഞ്ഞു, പിന്നെ ഏതാ കഴിഞ്ഞത്? ഒരെണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടായില്ലേ? കയർ വ്യവസായം കഴിഞ്ഞു. 3 കഴിഞ്ഞ് 4ാമത്തേക്ക് കിടക്കാണ് കശുവണ്ടി വ്യവസായം. പ്രധാന കശുവണ്ടി ഉൽപാദക സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ഉൽപാദനത്തിൽ മാത്രമല്ല ഉൽപാദനക്ഷമതയിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നത്, വിദേശ നാണ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് പണം വരുമല്ലോ, അതാണ് വിദേശ നാണ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന വ്യവസായമാണ് കശുവണ്ടി വ്യവസായം. ഇനി ഈ കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റിസർച്ച് സെന്റർ ആണ് ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം. ഇത് കർണാടകയിലെ പുട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുട്ടൂർ. ഇനി കേരളത്തില് കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്.
ഇനി കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളുടെ പേരുകൾ നമുക്കൊന്ന് നോക്കാം. ആനക്കയം, അതൊരു കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ്. മാടക്കത്തറ, തൃശ്ശൂരുള്ള മാടക്കത്തറ, അതൊരു കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ്. ഇനി കേരളത്തിലെ കശുവണ്ടി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസിയാണ് KSACC, കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ. ഇതിന്റെ ആസ്ഥാനം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ കശുവണ്ടി സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാന മറ്റ് ഏജൻസികളുടെ പേരാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിയേ, കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. കേരള സംസ്ഥാന കശുവണ്ടി തൊഴിലാളി സഹകരണ സംഘം. ഈ രണ്ട് സ്ഥാപനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഇനി കശുവണ്ടി തൊഴിലാളികളുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ് കേരള സംസ്ഥാന കശുവണ്ടി തൊഴിലാളി അപ്പെക്സ് സഹകരണ സംഘം. ഓക്കെ, ആ പേരുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതിയെ. ആസ്ഥാനം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. ഈ കശുവണ്ടി പരിപ്പ്, കശുവണ്ടി തോടിന്റെ എണ്ണ എന്നിവയുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ക്യാഷ എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ. കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, കാഷ. കേരള സംസ്ഥാന കശുവണ്ടി മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നതിനും അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ട ലിമിറ്റഡ് കമ്പനിയാണ് കേരള കശുവണ്ടി ബോർഡ് ലിമിറ്റഡ്. ലിമിറ്റഡ് കമ്പനിയുടെ പ്രവർത്തനം മറ്റ് കമ്പനിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലിമിറ്റഡ് കമ്പനി സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ കശുവണ്ടി മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടാണ് കേരള കശുവണ്ടി ബോർഡ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ലയാണ് കൊല്ലം. ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികളുള്ള ജില്ലയാണ് കൊല്ലം. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികളുള്ള ജില്ല കൊല്ലമാണ്. ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. നോക്കിയേ, കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്, അല്ല അറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം. അപ്പൊ ഈ കശുവണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം വരേണ്ട പേര് ഏത് ജില്ലയുടെയാണ്? കൊല്ലം ജില്ലയുടെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തതിലേക്ക് കൂടി പറയാനുള്ള സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കരകൗശല വ്യവസായം കൂടി നമുക്ക് നോക്കാം. കരകൗശല വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? നമ്മള് കളിമണ്ണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ആർട്ടിസ്റ്റിക് ആയിട്ട് നമ്മൾ ബൈ ഹാൻഡ് ഉണ്ടാക്കിയെടുക്കുന്ന പല സാധനങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള കരകൗശല വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു ഏജൻസിയാണ് കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സഹകരണ സംഘം. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് സുരഭി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്, കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത് കൂടാണ്ട് കാഡ്കോ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കരകൗശല കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി ആരംഭിച്ച സ്ഥാപനമാണ് സുരഭി. സുരഭി എന്ന് പറയുന്നത് എന്താന്ന് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സഹകരണ സംഘമാണ് സുരഭി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കരകൗശല മേഖലയിലെ തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നൽകിക്കൊണ്ട് അത് സംഭരിച്ചു വെക്കുകയും അതുപോലെ തന്നെ അത് വിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. എല്ലാവർക്കും മാർക്കറ്റ് ഒരുപോലെ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ന്യായ വില എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോർപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്ക് ലോഹം, സ്വർണം, മരം, കളിമണ്ണ് ഇങ്ങനെയുള്ള വിപണന തൊഴിലാളികൾക്ക് ഉൽപാദന യൂണിറ്റ് ആരംഭിക്കാനും കച്ചവട കേന്ദ്രങ്ങളിലൂടെയും ട്രേഡ് ഫെയറുകളിലൂടെയും ഉൽപ്പന്നങ്ങൾ, ട്രേഡ് ഫെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള് സാധനങ്ങൾ ഒരു ഫെയർ പോലെ കണ്ടക്ട് ചെയ്ത് വിറ്റഴിക്കുന്ന പ്രോഗ്രാം, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏജൻസിയാണ് കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കാഡ്കോ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ കുറവുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് വ്യവസായങ്ങളുള്ള ജില്ലയാണ് വയനാട്. ഈ പൊതുമേഖലയില് വൻകിട ഇടത്തര വ്യവസായങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കിയും വയനാടും. പൊതുമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെയും കൂടി ഇൻഫ്ലുവൻസ് അവിടെ വരും. അങ്ങനെയുള്ള മേഖലയില്
വൻകിട ഫാക്ടറികളും ഇല്ല, ഇടത്തര ഫാക്ടറികളും ഇല്ല. അങ്ങനെയുള്ള ജില്ലയാണ് ഇടുക്കി, വയനാട്. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. 2ാം സ്ഥാനത്ത് വരുന്നത് തൃശ്ശൂരാണ്. 1ാം സ്ഥാനം എറണാകുളം. ഇനി ചെറുകിട വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. അവിടെയും 2ാം സ്ഥാനത്ത് ആരാണ്? തൃശ്ശൂർ ജില്ലയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്നാ മുള വ്യവസായം കൂടി പറയാം. മുള, റബ്ബർ. ഇത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ ടോപ്പിക് കഴിയും. ഓക്കെ, മുള വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള, ഈറ്റ, ചൂരൽ ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങളാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കും? ബാമ്പു കൊണ്ട് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാം, ഫ്ലോറിംഗ് ടൈലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഈ ചൂരൽ പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യവസായങ്ങളുടെ വികസനവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവര് അല്ലെങ്കിൽ ഈ ഒരു ഏജൻസിയുടെ നേതൃത്വത്തില് ഹൈടെക് ബാംബു ഫ്ലോറിംഗ് ടൈൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നല്ലളം, കോഴിക്കോട് ജില്ല. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറിംഗ് ടൈല് ബാംബു വെച്ചുണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി 2003 കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ചത്. കേരളത്തില് ബാംബു ഇന്നവേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് അങ്കമാലിയിലാണ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. ഈ ഇന്നവേഷൻ സെന്റർ നിലവിൽ വന്നത് 2016 ഇതിന് കീഴില് ബാംബു ബസാർ നിലവിൽ വന്ന സ്ഥലമാണ് കുമരകം. ബാംബു ബസാർ നിലവിൽ വന്ന സ്ഥലമാണ് കുമരകം. കുമരകം ഏത് ജില്ല? കോട്ടയം ജില്ലയാണ്. അടുത്ത നമുക്ക് പറയാനുള്ളത് റബ്ബർ വ്യവസായത്തെ കുറിച്ചാണ്. റബ്ബർ കർഷകരിൽ നിന്ന് റബ്ബർ നേരിട്ട് വാങ്ങിക്കുന്ന ഒരേ ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് റബ്ബർ മാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ റബ്കോ എന്ന് വേണ്ടി നമുക്ക് പറയാം. അതിനൊരു പൂർണ്ണ രൂപമാണ് കേരള സ്റ്റേറ്റ് റബ്ബർ കോർപ്പറേറ്റീവ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ റബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടയർ ഉണ്ടാക്കിയെടുക്കാനോ. അങ്ങനെയുള്ള കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ടയർ നിർമ്മാണശാലയാണ് അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ്, പേരാമ്പ്ര. നമ്മുടെ പേരാമ്പ്രയിലുള്ള അപ്പോളോ ടയേഴ്സ്. ഇനി കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഐരാപുരം, പെരുമ്പാവൂർ. പെരുമ്പാവൂർ ഉള്ള ഐരാപുരത്താണ് ബാംബു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പോർഷൻസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?